സ്വാമി നിർമ്മലാനന്ദ യോഗിയുടെ സന്തുഷ്ട ജീവിതം ഭാഗം 3. ഒരു ജീവൽ പ്രശ്നം. മനുഷ്യൻ്റെ ബാഹ്യമായ നിലനിൽപ്പിന് ആധാരം ഈ ഭൂമിയാണ്. മണ്ണൊലിപ്പ് ഗുരുതരമായ ഒരു ദേശീയ വിപത്താണ്. അതിനെ തടയേണ്ടത് ഒരു ജീവൽ പ്രശ്നമാണ്. മണ്ണൊലിപ്പിന് മനുഷ്യവംശത്തെ പാടെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. അതിനെ തടയാൻ സാധിക്കാത്ത പക്ഷം മനുഷ്യൻ കെട്ടിയുയർത്തിയ നാഗരികത തന്നെ നശിച്ചു പോകും എന്നെല്ലാം ശാസ്ത്രജ്ഞന്മാർ താക്കീത് നൽകുന്നു. ഇതിനേക്കാൾ സുപ്രധാനമായ ഒരു സംഗതിയല്ലേ മാനസിക അധപ്പതനത്തെ തടയണമെന്നുള്ളത്? സാംസ്കാരികമായി അനുദിനം അധപ്പതിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ ജനങ്ങൾ. അപ്പോൾ മനോനിയന്ത്രണം ശീലിക്കേണ്ടത് ഒരു ജീവൽ പ്രശ്നമാണെന്ന് വരുന്നു. മനുഷ്യൻ്റെ ബാഹ്യമായ നിലനിൽപ്പിന് ഭൂമി എന്ന പോലെ അവൻ്റെ ആന്തരികമായ നിലനിൽപ്പിന് ആധാരം മനോഭൂമിയാണ്. ആറ്റം ശക്തിയേക്കാൾ വലിയ ശക്തിയായ അവനെ നന്നാക്കാനുള്ള ആന്തരിക മഹാശക്തിയാകുന്നു മനസ്സ്. പ്രശ്നങ്ങൾ എന്നും ഉണ്ടാകും. അവയെ തൻ്റെ ഇടത്തോടെ തരണം ചെയ്യാനുള്ള മനഃശക്തി നമുക്കുണ്ടെന്ന് വന്നാൽ ഏതു പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ കഴിയും. തടുക്കാൻ സാധിക്കുന്നതിനെ തടുക്കുക, സാധിക്കാത്തതിനെ സഹിക്കുക. സഹിക്കാൻ കഴിയണമെങ്കിൽ സഹനശക്തി വേണം. സഹനശക്തി മനഃശക്തിയുടെ ഒരംശമല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. ഭയവും സംശയവും. വയനാട്ടിൽ നിന്ന് ഒരു സൂപ്പി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ ഒരു കോളേജ് വിദ്യാർത്ഥിയാണ്. ക്ലാസ്സിൽ അധ്യാപകർ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഭയമാണ്. എൻ്റെ ദേഹം വിറയ്ക്കും, വിയർക്കും. എൻ്റെ കൂട്ടുകാരെയും എനിക്ക് ഭയമാണ്. കുറേ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടാൽ എനിക്കവരെ സമീപിക്കാനോ സംസാരിക്കാനോ സാധ്യമല്ല. പരീക്ഷയെന്ന് കേട്ടാൽ ഞാൻ ആകെ അവശനാകുന്നു. എന്നെ ആരെങ്കിലും വല്ല മന്ത്രവാദവും നടത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് എൻ്റെ ബലമായ സംശയം. എൻ്റെ ആരോഗ്യം നാൾക്ക് നാൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. പരീക്ഷയിൽ ജയിക്കുമോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഞാൻ എന്തു വേണം? എന്നെ ഈ ആപത്തിൽ നിന്ന് സ്വാമിജി രക്ഷിക്കുമോ? ഇങ്ങനെ എത്രയോ വിദ്യാർത്ഥികൾ എഴുതാറുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് എന്തു പറ്റി? മാനസികമായി അവരിൽ പലരും അമ്പയെ തളർന്നിരിക്കുന്നു, തകർന്നിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ സ്ഥിതി മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള സ്ഥിതി തന്നെ. അമേരിക്കയിലെ 16 സർവകലാശാലകളിലെ വിദ്യാർത്ഥികളെ ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കുകയുണ്ടായി. അതിനുശേഷം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലെ വിവരമെന്താണെന്നോ? അവരിൽ 100-ന് 93 പേരും മാനസികമായി തകർച്ചയിലെത്തിയവരോ അല്ലെങ്കിൽ മാനസികമായി ഒരു ദൃഢനിലയും ഇല്ലാത്തവരോ ആണുപോൽ. ഇന്ത്യയിൽ ഇത്തരമൊരു പരിശോധന നടത്തിയിട്ടില്ല. അമേരിക്കയിലെ സ്ഥിതി ഇതാണെങ്കിൽ ഏറെക്കുറെ എല്ലാ രാജ്യത്തിലെയും സ്ഥിതി ഇതുതന്നെയാവാം. നമ്മുടെ വളരുന്ന തലമുറയുടെ മാനസികമായ തളർച്ചയും ദൗർബല്യവും ദൃഢനിശ്ചയമില്ലായ്മയും വളരെയേറെ ദയനീയം തന്നെ. പരീക്ഷയിൽ തോറ്റുപോകുമോ എന്ന് ഭയന്ന് ഒരു വിദ്യാർത്ഥിനി ഈയിടെ ആത്മഹത്യ ചെയ്തതായി പത്രവാർത്ത കാണുകയുണ്ടായി. ഭയാധിക്യത്തിൻ്റെ ആപത്തുകൾ. അമിതമായ ഭയം മനുഷ്യൻ്റെ വലിയ ശത്രുവാണ്. ഭീരുക്കളുടെ ലക്ഷണമാണത്. കർമ്മങ്ങളിൽ നിന്ന് അത് ആരെയും വിമുഖരാക്കും. തന്മൂലം അവൻ്റെ ശേഷിയും ഉന്മേഷവും നശിക്കും, അലസതയിലേക്ക് നയിക്കും. അതിൻ്റെ ദുരന്തഫലമാകട്ടെ നിദ്രാഭംഗവും നൈരാശ്യവും മാനസിക രോഗവും ആത്മഹത്യയും. കുട്ടി നഴ്സറി സ്കൂളിൽ പോയിരിക്കുന്നു. വൈകുന്നേരം വരാൻ അല്പം വൈകുന്നു. അമ്മയ്ക്ക് ഉത്കണ്ഠയുണ്ടാകുന്നു. കാറുമുട്ടിയോ? കുട്ടികളെ പിടിക്കുന്ന സന്യാസി തട്ടിക്കൊണ്ടുപോയോ? എൻ്റെ കുട്ടിക്ക് എന്തു പറ്റി ദൈവമേ? കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. അവൻ കൂട്ടുകാരും ഒന്നിച്ച് കളിക്കുന്നു. വാഹനം കേടുവന്നതിനാൽ വരാൻ അല്പം വൈകി. കാര്യമത്രയേ ഉള്ളൂ. എന്നാലോ ഭയവും സംശയവും അമ്മയെ എത്രമാത്രം അസ്വസ്ഥയാക്കുന്നു.
ആദ്യമായി വിദ്യാലയത്തിലോ ഉദ്യോഗത്തിലോ വിവാഹവേദിയിലോ പ്രസംഗവേദിയിലോ കോടതിയിലോ പ്രവേശിക്കുന്ന ചിലർക്ക് ഉദ്വേഗം ഉണ്ടാകാം. പരീക്ഷയിലോ പ്രണയത്തിലോ കച്ചവടത്തിലോ പരാജയം പറ്റിപ്പോയാൽ ഭാവി പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്തില്ലായ്മയും ദൗർബല്യവും മനുഷ്യനെ ചിന്താക്കുഴപ്പത്തിലേക്ക് നയിക്കാറുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ഭയമാണ് ഈ ചിന്താക്കുഴപ്പത്തിന് കാരണം. ഈ ഭയം ഹിസ്റ്റീരിയ, ഉറക്കമില്ലായ്മ, തളർച്ച, ജീവിത നൈരാശ്യം എന്നിവയ്ക്ക് വഴി തെളിയിക്കുന്നുണ്ട്. സ്ത്രീകളിൽ നല്ലൊരു ഭാഗം ഇത്തരത്തിൽ കഷ്ടപ്പെടുന്നവരാണ്. ഭയം മനസ്സിൻ്റെ ഒരു മുൻകരുതൽ മാത്രമാണ്. ഇത് കുറഞ്ഞവർ ആലോചനാശൂന്യന്മാരും അമിതമായവർ ഭീരുക്കളുമായി പരിണമിക്കുന്നു എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ സിദ്ധാന്തിക്കുന്നു.